ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ പാരടി പാട്ടും പാടി നിൽക്കുന്ന UDF എംപിമാരുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതേസമയം തന്നെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ജന്മം നൽകിയ ഗാന്ധിയെ തമസ്കരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ കെൽപ്പുള്ള UDF എംപിമാരെ ഒരാളെ പോലും പാർലമെന്റിൽ കണ്ടതുമില്ല. അക്ഷരാർത്ഥത്തിൽ ഇടതു പാർട്ടികളെ പൊതുശത്രുക്കളായി കണ്ട് സംഘപരിവാറിനെ സഹായിക്കുന്ന സമീപനമാണ് UDFനും പ്രത്യേകിച്ച് കോൺഗ്രസിനും. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ പുതിയ ബഡ്ജറ്റിന്റെ ചർച്ചകളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കവേ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ നിന്ന് കേന്ദ്രം 5944 കോടി രൂപ വെട്ടിക്കുറച്ചത്. കേരളത്തോട് കേന്ദ്ര BJP സർക്കാർ തുടർന്നു വരുന്ന വൈരാഗ്യ ബുദ്ധിയോടുള്ള സമീപനത്തിന്റെ അവസാന ഉദാഹരണമാണിത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ വരുമാനത്തെ മാത്രമല്ല വരും വർഷത്തെ ബജറ്റിനെ കൂടി ബാധിക്കണമെന്ന നിർബന്ധം കൂടി ഇതിനു പിന്നിലുണ്ടെന്ന് കരുതേണ്ടി വരും. കേരളത്തിന് ലഭിക്കേണ്ട പണം തടയാൻ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ് കേന്ദ്രം. 2021-22 കാലത്തെ കിഫ്ബി വായ്പയുടെ പേരിൽ 14,000 കോടി രൂപ നേരത്തെ തന്നെ വായ്പാ പരിധിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി കുറവ് വരുത്തിയിരുന്നു. ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കാൻ കേരളം കിഫ്ബി വഴി ചെലവാക്കിയ 6,000 കോടി രൂപ കടപരിധിയിൽ നിന്ന് ഒഴിവാക്കണം, IGSTയിൽ നിന്ന് പിടിച്ച 965 കോടി രൂപ മടക്കി തരണം തുടങ്ങിയ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങളെല്ലാം കേന്ദ്രം നിരന്തരം അവഗണിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ ദ്രോഹ നടപടികളെ BJP ന്യായീകരിക്കുന്നത് അവരുടെ നിവർത്തികേട്. എന്നാൽ UDF നേതാക്കളുടെ കേരളദ്രോഹ നിലപാടാണ് അതിലേറെ ക്രൂരം. അവർ കേന്ദ്ര സർക്കാർ നടപടികൾക്ക് കുടപിടിക്കുക മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് കേരള വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാൻ പാർലമെന്റിൽ ചോദ്യങ്ങൾ പടച്ചുണ്ടാക്കുകയും ചെയ്യുന്നു. കേരളം അതിദാരിദ്ര്യമുക്തമായപ്പോൾ അതിന്റെ പേരിൽ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കാനാകുമോ എന്നാണ് UDFന്റെ എംപിമാർ ശ്രമിച്ചു നോക്കിയത്. ഈ ലക്ഷ്യത്തോടെയുള്ള ചോദ്യങ്ങൾ പാർലമെന്റിൽ അടക്കം ഉന്നയിച്ചു. ഒടുവിൽ ക്ഷേമ പെൻഷൻ മുടക്കാനുള്ള കുത്തിത്തിരിപ്പ് ചോദ്യത്തിന് UDF MP ധൈര്യപ്പെട്ടത് കേരളത്തെ ഞെട്ടിച്ചു. സർക്കാർ പദ്ധതികൾക്കായി സഹകരണ സംഘങ്ങളുടെ പണം വിനിയോഗിക്കുന്നത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ എന്നും അത് തിരിച്ചുപിടിക്കാൻ സ്വീകരിച്ച നടപടി എന്തെന്നുമായിരുന്നു ചോദ്യം. കേന്ദ്രത്തെ എങ്ങനെ കേരളത്തിനെതിരായി ഉപയോഗിക്കാം എന്നതിലാണ് UDFന്റെ ഗവേഷണമെന്ന് കരുതേണ്ടി വരും. തങ്ങളെ ജയിപ്പിച്ചുവിട്ട ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അല്ല UDF എംപിമാരുടെ ആശങ്ക, മറിച്ച് കേരളത്തെ എങ്ങനെ താറടിക്കാമെന്ന ചിന്ത മാത്രമാണ്. ശബരിമല പോലുള്ള അതീവ സങ്കീർണമായ വിഷയങ്ങളിൽ പാരടി ഗാനങ്ങൾ ഉണ്ടാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് പിന്നീട് ലോക്സഭയ്ക്ക് മുന്നിലും കേന്ദ്ര ശ്രദ്ധയിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പിന്നാലെയാണ് അവർ. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചപ്പോഴോ തൊഴിലുറപ്പ് പദ്ധതിയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായി ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചപ്പോഴോ കാണാത്ത ആവേശം പാരടി ഗാനത്തിന് പിന്നാലെ പോകുന്നതിലാണ് കോൺഗ്രസ് എംപിമാർ കാണിക്കുന്നത്. ഇത് ജയിപ്പിച്ചുവിട്ട ജനങ്ങളോടുള്ള നന്ദികേടാണെന്ന് പറയാൻ ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടതില്ലെന്നതാണ് വാസ്തവം. കേന്ദ്രം നിഷേധിക്കുന്ന ഓരോ പൈസയും കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ എത്തേണ്ടതാണ്. അവർക്ക് അവകാശപ്പെട്ടതാണത്. അതിനുവേണ്ടി ശബ്ദിക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാരിനെ അടിക്കാനുള്ള വടി തിരയുകയാണ് ഇവർ. ഇക്കാര്യത്തിലും BJPയും UDFും ഒരേ പാളയത്തിലാണ്. ജനങ്ങളെ എതിരാക്കി 5 മാസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുതലെടുക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ പ്രബുദ്ധരായ ജനത ഇതെല്ലാം കാണുകയും ഇതിനെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്.